ആരോപണം ഉന്നയിച്ചിട്ട് പരസ്യ സംവാദത്തിന് മന്ത്രി രാജേഷ് വെല്ലുവിളിച്ചപ്പോൾ കണ്ടം വഴി മുണ്ടുപൊക്കി ഓടിയ സതീശനും രമേശനും വേണ്ടി വക്കാലത്തുമായി മറ്റൊരുത്തൻ മാതൃഭൂമി ഫ്ലോറിൽ ഒരു ഉളുപ്പുമില്ലാതെ ചർച്ചയ്ക്ക് പോയിരിക്കുകയാണ്. അപാര തൊലിക്കട്ടിയെന്നൊന്നും പറയരുത്. നേതാക്കന്മാരില്ലാത്ത ധൈര്യമുണ്ടല്ലോ ചാവേറായിട്ടുള്ള അണിക്കുണ്ട്. അതാണ് അതിലെ കോമഡി. അതായത് പറഞ്ഞ കാര്യങ്ങൾ ഒരു പരസ്യ സംവാദത്തിൽ നേർക്കുനേർ വന്നാൽ സമർത്ഥിക്കാൻ കഴിയില്ല എന്ന അർത്ഥത്തിൽ അതിൽ നിന്ന് ഒളിച്ചോടിപ്പോയപ്പോൾ അതിന് ഞാൻ തയ്യാറല്ല, എൻ്റെ പാലക്കാടത്തെ രമണനെ വിടാമെന്നും രമേശ് ചെന്നിത്തല അടിച്ച ഡയലോഗിൽ തന്നെ ഉണ്ട് എന്താണ് ആരോപണത്തിൻ്റെ പൊള്ളത്തരമെന്നുള്ള കാര്യം. ആ വിഷയമുയർത്തി മാതൃഭൂമി നടത്തിയ ചർച്ച കാണേണ്ടതാണ്. അരുൺകുമാർ ഓരോ പോയിന്റുകൾ പറയുമ്പോൾ ആധികാരികമായി ഒച്ചയെടുത്ത് പൊട്ടത്തരങ്ങൾ അടിച്ചതിന് ശേഷം ഇതാണ് സത്യമെന്ന രീതിയിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് വക്താക്കന്മാരുടെ നിലവാരവും ചിന്താഗതിയും ആ ചർച്ച തുറന്നു കാട്ടുന്നുണ്ട്. ഇന്ദുലേഖനെ കിട്ടാതെ വന്നപ്പോ തോഴിയെ ആയാലും മതി എന്ന് പറഞ്ഞു സൂര്യ നമ്പൂതിരിപ്പാട്. ഇവിടെ എല്ലാത്തിനും തയ്യാറാ. സംവാദത്തിന്റെ ഉസ്താദാണല്ലോ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ്. പണ്ട് അത് ചെയ്തിട്ടുണ്ട്, ഹരിത MLA ആയിരുന്നപ്പോ ഇത് ചെയ്തിട്ടുണ്ട്, ഞാൻ മല മറിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞ്. എന്തുകൊണ്ടാണ് ഈ കേരളത്തിന്റെ മിനിസ്റ്ററോട് സഖാവ് MP രാജേഷിനോട് ഒരു സംവാദത്തിന് തയ്യാറാകാൻ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് തയ്യാറാകാത്തത്? എന്തേ മുൻ പ്രതിപക്ഷ നേതാവ് തയ്യാറാകാത്തത്?